ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ബഹിരാകാശ മാലിന്യ സംസ്കരണത്തിൽ കുതിപ്പുമായി ISRO. ബഹിരാകാശത്ത് ഒഴുകി നടക്കുന്ന മാലിന്യങ്ങൾ ശേഖരിക്കാനുള്ള റോബോട്ടിക് ആമിന്റെ പരീക്ഷണം വിജയകരം. PSLV C60 സ്പേസ് ഡോക്കിംഗ് ദൗത്യത്തിന്റെ ഭാഗമായി റോബോട്ടിക് ആം ബഹിരാകാശത്ത് പ്രവർത്തിക്കുന്നതിന് ദൃശ്യങ്ങൾ ISRO പുറത്തുവിട്ടു. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്ന്. റഹീസ്, ഈ യന്ത്രക്കൈകൾ പ്രവർത്തിപ്പിച്ചു ISRO ബഹിരാകാശത്ത്. വലിയൊരു നേട്ടമാണത്. തുടർച്ചയായി ചരിത്രപരമായ ദൗത്യങ്ങളിൽ വിജയം കാണുകയാണ് ISRO. ഒരു നിർണായക ദൗത്യത്തിന് തൊട്ടു മുമ്പാണ് ഈ റോബോട്ടിക് ആം അവിടെ ബഹിരാകാശത്ത് പ്രവർത്തിച്ചു തുടങ്ങിയത്, അല്ലേ? വിജയകുമാർ, 2025 തുടക്കവും ISROയെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമാണ്, അതിനിർണായകമാണ്. കാരണം ഇനി ഏതാണ്ട് 72 മണിക്കൂറില്ല നമ്മുടെ സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന് തൊട്ടു മുമ്പായിട്ടാണ് ഈ ഒരു ചരിത്ര നേട്ടം കൂടി. അതായത് ബഹിരാകാശത്തെ യന്ത്രക്കൈ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നു. ഇത് മാലിന്യം നീക്കം ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പാണ്. അതായത് ഈ ബഹിരാകാശത്ത് ഒഴുകി നടക്കുന്ന മാലിന്യങ്ങളെ അത് കൃത്യമായി വലിച്ചെടുത്തുകൊണ്ട് നീക്കം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അതിനാണ് യന്ത്രക്കൈ ഉപയോഗിക്കുന്നത്. അതിൽ ഏറ്റവും നിർണായകമായ ഒരു പോയിന്റിലാണ് ഇന്ത്യ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ സ്പേസ് ഡോക്കിംഗ് ദൗത്യത്തിന്റെ ഭാഗമായി PSLV C60 ഉണ്ടായിരുന്ന 24 പേലോഡുകളിൽ ഒന്നാണ് ഇത്തരത്തിൽ ഇപ്പോൾ വിജയകരമായി പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ചരിത്രപരമായ നേട്ടം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇത് തിരുവനന്തപുരം യൂണിറ്റിലാണ്, ISROയുടെ തിരുവനന്തപുരം ഇന്റേണൽ യൂണിറ്റിലാണ് ഇത്തരത്തിലൊരു ഇത് വികസിപ്പിച്ചെടുത്തത്. അങ്ങനെയുള്ള ഒരു പേലോഡാണ്. എന്തായാലും ഈ സ്പേസ് ഡോക്കിംഗ് നടക്കുന്നതിന് മുൻപൊക്കെ ഈ ഒരു നിർണായക ഘട്ടം വിജയിച്ചെടുത്തത് ISROയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഒപ്പം തന്നെ ഈ പ്രവർത്തന കാലാവധി കഴിഞ്ഞ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനൊക്കെ, അതായത് ഈ ഡീഓർബിറ്റിംഗ് നടത്തുന്നതിനൊക്കെ ഈ സാങ്കേതിക വിദ്യ വളരെയധികം ഉപയോഗിക്കപ്പെടാൻ കഴിയും. ഒപ്പം തന്നെ ഈ ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ള സ്പേസ് ആണവ നിലയം ഈ സ്പേസ് നിലയം എന്നുള്ള ഒരു ഇന്ത്യയുടെ ഒരു വലിയ സ്വപ്നത്തിന്, ആ ഒരു പ്രതീക്ഷയ്ക്കൊക്കെ വലിയ കരുത്തേകുന്ന ഒരു മുന്നേറ്റമാണ്. ശരി, ഏതായാലും സ്പേസ് ഡോക്കിങ്ങിന് മുന്നോടിയായാണ് ഈ റോബോട്ടിക് യന്ത്രക്കൈകൾ ബഹിരാകാശത്ത് പ്രവർത്തിപ്പിച്ചു തുടങ്ങിയത്. അതിന്റെ ദൃശ്യങ്ങൾ ISRO പുറത്തുവിട്ടു. വലിയ നേട്ടം എന്നാണ് അതിനെ ശാസ്ത്രലോകം വിലയിരുത്തുന്നത്. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്.